മീനച്ചിലാർ മീനന്തറയാർ കൊടൂരാർ പുനർസംയോജന പദ്ധതിയുടെ ഭാഗമായിട്ട് വികസിപ്പിച്ചെടുത്ത പ്രാദേശിക ടൂറിസം കേന്ദ്രങ്ങളിൽ ആദ്യത്തേതാണ് മലരിക്കൽ ടൂറിസം കേന്ദ്രം. 2 പാടശേഖരങ്ങളിലായിട്ട് ജെ ബ്ലോക്ക് 9000 പാടശേഖരം, ഏതാണ്ട് 1850 ഏക്കർ വിസ്തൃതി വരുന്ന പാടശേഖരം, അതുപോലെ തന്നെ തിരുവായ്ക്കരി പാടശേഖരം 850 ഏക്കർ വിസ്തൃതിയുള്ള പാടശേഖരമാണ്. ഈ 2 പാടശേഖരങ്ങളിലും വിശാലമായ ഒരു ജലാശയത്തിൽ വിടർന്നു നിൽക്കുന്ന ചുവന്ന ആമ്പൽപ്പൂക്കളാണ് ഇവിടുത്തെ കാഴ്ചയെന്ന് പറയുന്നത്. മലരിക്കൽ എന്ന് പറയുന്ന ഈ പ്രദേശം അങ്ങ് പേര് വരാനും കൂടി ഒരു കാരണമുണ്ട്. കൊടൂരാറിലേക്ക് മീനച്ചിലാർ വന്ന് പതിക്കുന്ന സ്ഥലമാണ് മലരിക്കൽ. ആ വെള്ളം വളരെ ശക്തിയിൽ വന്ന് കൊടൂരാറിലേക്ക് വീഴുമ്പം വലിയ ചുഴികളുണ്ടാകുകയും അതിന് ബദലായിട്ട് മലരികൾ രൂപപ്പെടുകയും ചെയ്തത്. അങ്ങനെയാണ് ശരിക്കും ഈ പ്രദേശം മലരിക്കൽ എന്നറിയപ്പെടാൻ തുടങ്ങുന്നത്. പക്ഷേ ഇന്ന് ആമ്പൽപ്പൂക്കൾ ധാരാളം മലരികൾ ഇവിടെ ഉണ്ടാകുകയും ആ പേര് അന്വർത്ഥമാക്കിക്കൊണ്ട് ആ മലരിക്കൽ എന്ന പേര് ലോകം മുഴുവൻ അറിയുന്ന ഒരു പ്രാദേശിക ടൂറിസം കേന്ദ്രമായി വികസിക്കുകയും ചെയ്തിട്ടുണ്ട്. വർഷങ്ങളായിട്ട് ഇവിടെ ഈ പൂക്കൾ പൂത്തുലഞ്ഞ് നിൽക്കുന്നുണ്ടെങ്കിലും 2018 ശേഷം, കോവിഡിന് ശേഷമാണ് ആളുകൾ ഇവിടേക്ക് എത്തുകയും ഇതിൻ്റെ റീൽസ്, ഷോർട്ട് വീഡിയോ ഒക്കെ എടുത്ത് പല സോഷ്യൽ മീഡിയകളിലും ദൃശ്യ മാധ്യമങ്ങളിലൊക്കെ പ്രചരിപ്പിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ധാരാളം ആളുകൾ നാട്ടിൽ നിന്നും വിദേശത്തു നിന്നുമൊക്കെ ഇവിടെ ധാരാളം ആളുകൾ വരികയും ലോകപ്രശസ്തമായൊരു പ്രാദേശിക ടൂറിസം കേന്ദ്രമായി മാറുകയും ചെയ്തിരിക്കുന്നു. ആമ്പലുകൾ കാണാൻ ഇവിടെ വരുന്നവർ ശരിക്കും പറഞ്ഞാൽ ഇത് രാത്രിയിൽ വിടർന്ന് രാവിലെ സൂര്യൻ ഉദിക്കുന്നതോടുകൂടി ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ ഇത് കൂമ്പി പോവുകയാണ് പതിവ്. അതുകൊണ്ട് കാണാൻ ആഗ്രഹിക്കുന്ന ആളുകൾ രാവിലെ ഒരു 6 മണി തൊട്ട് 9 മണി വരെയാണ് ഐഡിയൽ ടൈം എന്ന് പറയുന്നത്. ഞാൻ കൊച്ചിയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഈ മലരിക്കൽ ആമ്പൽ വസന്തത്തെക്കുറിച്ച് കേട്ടറിഞ്ഞത് ശരിക്കും സോഷ്യൽ മീഡിയയിലും പിന്നെ ചില ന്യൂസ് ബൈറ്റ്സിലൊക്കെ കണ്ടിട്ടാണ് വന്നത്. പത്രത്തിലും മനോരമ ന്യൂസ് പേപ്പറിലും ഇതിനെക്കുറിച്ച് ഞാൻ വായിച്ചായിരുന്നു. ശരിക്കും ഇവിടെ നിറച്ച് പൂക്കളാണ്. ചില കമൻസിലൊക്കെ ഞാൻ കണ്ടു ഇങ്ങനെ ഒത്തിരി പൂക്കളില്ലെന്ന്. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ എവിടെ നോക്കിയാലും ഓൾ റൗണ്ട് നമുക്ക് ഇവിടെ ഈ ആമ്പൽ നിറഞ്ഞു നിൽക്കുവാണ്. വളരെ ഒരു ഐ ക്യാച്ചിങ് ഫീലിംഗ് ആണ്. പിന്നെ ഞങ്ങൾ വന്നിരിക്കുന്ന ഈ ഒരു ക്രാഫ്റ്റ് എന്ന് പറയുന്നത് ശരിക്കും സ്റ്റാൻഡപ്പ് പാഡൽ ബോർഡ് എന്നാണ് പറയുന്നത്. ഇതിൻ്റെ പ്രത്യേകത ഇത് നമുക്ക് ഈ എയർ ഇൻഫ്ലേറ്റ് ചെയ്ത് നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാൻ പറ്റും. ആവശ്യമായിട്ട് നമുക്ക് മടക്കി ബാക്ക് പാക്കിലിട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പം ഇതിവിടെ കൊണ്ടുവരാൻ കാരണം ശരിക്കും നമ്മളിവിടെ വള്ളത്തിൽ പോകുമ്പോൾ നമ്മൾ ഇരുന്നുള്ള ഒരു വ്യൂ ആണ് കാണുന്നത്. പക്ഷേ ഞങ്ങളിതിൽ നിന്ന് ഇത് ചെയ്യുന്ന സമയത്ത് ഒരു നല്ലൊരു ഹൈറ്റ് പൊസിഷനുള്ളൊരു വ്യൂ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ശരിക്കും ഞങ്ങൾ ഈ പാഡൽ ബോട്ടുമായിട്ട് വന്നത്. വളരെ നല്ല എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഇവിടെ വരുന്നവർക്കുള്ള പറയുകയാണെങ്കിൽ റോഡെല്ലാം വളരെ ക്ലിയർ ആണ്. ഇവിടെയുള്ള ലോക്കലൈറ്റ്സ് എല്ലാം വളരെ ഹെൽപ്ഫുൾ ആണ്, നമ്മളെ ഒരു ഗൈഡ് ചെയ്യും. പിന്നെ ഇവിടെ ആവശ്യത്തിൽ കൂടുതൽ ബോട്ടുകളുണ്ട്. ടൈമിംഗ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സൺറൈസോട് കൂടി ഈ പൂക്കളുടെ ഇത് കുറച്ച് ഇതാകും, ഇതായി പോവും, ചുങ്ങിപ്പോവും. അതിന് കറക്റ്റ് ടൈമിങ്ങിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക, വരിക, കാണുക, എൻജോയ് ചെയ്തിട്ട് തിരിച്ചു പോവുക. ഒരു ദേശത്തു നിന്നൊക്കെ വരുന്ന ആളുകൾക്ക് രാവിലെ എത്താൻ പറ്റുന്നില്ലെങ്കിൽ ടൂറിസം സൊസൈറ്റിയുടെ ഭാഗമായിട്ട് ഞങ്ങളിവിടെ ഹോം സ്റ്റേ ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ നാടൻ ഭക്ഷണം, ഇവിടുത്തെ മലരിക്കലെ ഒരു പ്രധാന നാടൻ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഡക്ക് റോസ്റ്റാണ്. എല്ലാ ഐറ്റവും നാടൻ മീനുകളും പുഴമീനുകളും കടൽ മത്സ്യങ്ങളും എല്ലാം പാചകം ചെയ്ത് കിട്ടുന്ന നല്ല ഒരു റെസ്റ്റോറൻറ്റ് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം എല്ലാ ആളുകൾക്കും രാവിലെ വന്നു കഴിഞ്ഞാൽ ലോകത്തൊരിടത്തും കാണാൻ പറ്റാതെ, എനിക്ക് തോന്നുന്നു ഇതിന് സമാനമായിട്ട് മറ്റ് രാജ്യങ്ങളിലൊക്കെയുള്ള തുലീപ് ഫെസ്റ്റിവലാണെന്ന് തോന്നുന്നു. എന്താണേലും മലരിക്കൽ ആമ്പൽ വസന്തം അത് മറ്റെങ്ങുമില്ല, ഇവിടെ മാത്രമാണ്. ഇത് നെൽകൃഷി ചെയ്യുന്ന പാടശേഖരങ്ങളാണ്. ശരിക്കും പറഞ്ഞാൽ 2 നെൽകൃഷികളുടെ ഇടയിലുള്ള ഇടവേളകളിലുണ്ടായി വരുന്ന കളകളാണ് കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം ഈ ആമ്പൽ. ഏതാണ്ട് ഒക്ടോബർ മാസത്തിൽ തുടങ്ങി മാർച്ച് മാസത്തോടെ അവസാനിക്കുന്ന നെൽകൃഷി. അതിനുശേഷം പാടത്ത് വെള്ളം കയറ്റുകയും
2 മാസങ്ങൾക്ക് ശേഷം ഏതാണ്ട് ജൂലൈയോടുകൂടി മണ്ണിൽ ഡെപ്പോസിറ്റ് ചെയ്ത് കിടക്കുന്ന ഇതിൻ്റെ വിത്തുകൾ പയ്യെ മുളച്ചു വരികയും ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിൽ ഈ ആമ്പൽ പൂക്കളുടെ ഒരു മനോഹരമായ കാഴ്ച വിരുന്നൊരുക്കുകയാണ് ഇവിടെ പ്രകൃതി ചെയ്യുന്നത്. ഇവിടെ പല ഫ്രെയിമുകളാണ്. ശരിക്കും പറഞ്ഞാൽ ആമ്പൽ വസന്തം മാത്രമല്ല മലരിക്കലിനെ ആകർഷകമാകുന്നത്. ഇത് കഴിഞ്ഞ് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ പാടം ഇത് മുഴുവൻ ഉഴുതു മറിച്ച് ട്രാക്ടറിട്ട് ഉപയോഗിച്ച് ഇത് മുഴുവൻ നശിപ്പിച്ചതിന് ശേഷം നെൽവിത്ത് വിതയ്ക്കുകയാണ്. വിതയ്ക്ക് ശേഷം ഒരു 15 ദിവസത്തിന് ശേഷം നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇത് മുഴുവൻ ഒരു പച്ച പട്ട് വിരിച്ചതുപോലെ പച്ചപ്പാടമായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഇത് പാകമായി കഴിയുമ്പോൾ നല്ല സ്വർണ്ണവർണ്ണ നിറത്തിൽ ഗോൾഡൻ വയലുകളായിരിക്കും നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ജലാശയമായി കിടക്കുമ്പോൾ ഒരു വലിയ ജലാശയമായി നിങ്ങൾക്ക് ഇത് തോന്നും. അപ്പോൾ ഏത് സീസണിൽ വന്നാലും മലരിക്കൽ സഞ്ചാരികളെ ആകർഷിക്കുന്ന ഒരിടമായി തന്നെ അത് സംരക്ഷിക്കപ്പെടുന്നുണ്ട്. ഈ പ്രദേശം കോട്ടയം പട്ടണത്തിനും കുമരകത്തിനും മധ്യയുള്ള പ്രദേശമാണ്. 2 സ്ഥലത്തുനിന്ന് വന്നാലും 10-12 കിലോമീറ്ററിനുള്ളിൽ എത്തിച്ചേരാവുന്ന പ്രദേശമാണ്. കോട്ടയത്തുനിന്ന് വന്നാലും കുമരകത്തുനിന്ന് വന്നാലും ഇല്ലിക്കൽ വന്നിട്ട് തിരുവാർപ്പ് റോഡ് കയറി കാഞ്ഞിരം കവലയിൽ നിന്ന് നേരെ 2-2.5 കിലോമീറ്റർ വന്നാൽ മലരിക്കൽ നിങ്ങൾക്ക് എത്താൻ പറ്റും. ശരിക്കും കുമരകമാണ് ഇതിനടുത്തുള്ള ഒരു ഫേമസ് ടൂറിസം സ്പോട്ടെന്ന് പറയുന്നത്. കുമരകത്ത് വരുന്ന ആളുകൾക്കും കോട്ടയം പട്ടണത്തിൽ താമസിക്കുന്നവർക്കും രാവിലെ ഇവിടെ എത്തിച്ചേരാവുന്ന ദൂരമേ ഉള്ളൂ. അതുപോലെ തന്നെ വൈകുന്നേരങ്ങളിൽ ഈ രാവിലെ സൂര്യൻ ഉദിച്ച് 10 മണിയാകുമ്പം പൂക്കൾ വാടിപ്പോവെങ്കിലും മനോഹരമായ ഒരു സൺസെറ്റ്, ഒരു സൂര്യാസ്തമയം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അവിടെ മലരിക്കൽ ടൂറിസം കേന്ദ്രത്തിലെ സൺസെറ്റ് വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞിട്ടൊരു പോയിൻ്റ് തന്നെ ഞങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട്. അവിടെ നിന്നാൽ മനോഹരമായ സൂര്യ അസ്തമയം നിങ്ങൾക്ക് കാണാൻ കഴിയും.